ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 59ാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകം ഒന്ന് വായിക്കാം. അറിവിനെ വിട്ടതനാനുമില്ല, എന്നെ പിരിയുകിലറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനെന്നു രണ്ടുമോർത്താൽ ഒരു പൊരുളാം, അതിലില്ല വാദമേതും. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകിൽ ഇല്ല അറിവും പ്രകാശം മാത്രം. അറിയുന്നവനെന്ന് രണ്ടും ഓർത്താൽ ഒരു പൊരുളാം, അതിലില്ല വാദമേതും. സാരം: അറിവിനെ മാറ്റിയാൽ പിന്നെ ഞാൻ എന്ന ഉണ്മയില്ല. അറിവൊരിക്കലും എന്നിൽ നിന്ന്, ആത്മാവിൽ നിന്ന് മാറ്റി നിൽക്കുകയുമില്ല. അങ്ങനെയുള്ള അറിവ് പ്രകാശമല്ലാതെ മറ്റൊന്നുമല്ല. അറിവെന്നും അറിയുന്നവനെന്നും രണ്ടായി ഓർത്താൽ തത്വത്തിൽ ഒന്നു തന്നെയാണ്. അവിടെ തർക്കത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം. ഇതിനെ നമുക്ക് ഒന്ന് വിശദീകരിച്ച് പഠിക്കാം. ഗുരു താൻ അറിവാണെന്ന് ബോധിപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും അറിവാണ് എന്ന് ഗുരു ബോധിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകിൽ ഇല്ല അറിവും പ്രകാശം മാത്രം. അറിവിൽ നിന്ന് വേറിട്ട ഞാനുമില്ല, എന്നിൽ നിന്ന് വേറിട്ട അറിവുമില്ല. എന്നെ പിരിയുകയില്ല അറിവും. ഞാനാണ് മുഖ്യം. ഞാനുണ്ടെങ്കിലേ അറിവുള്ളൂ. ഗുരുവിൻ്റെ അപാരമായ പ്രതിപാദ്യമാണിത്. ഇവിടെ ആത്മാവല്ലാതെ യാതൊന്നുമില്ല. ഗുരുവിൻ്റെ ബ്രഹ്മവിദ്യാ പഞ്ചകം എന്നൊരു കൃതിയുണ്ട്. അതിൽ ഗുരുശിഷ്യ സംവാദ സ്വഭാവത്തിലാണ് ഈ കൃതി രചിച്ചത്. അതിൽ ഗുരു പറയുന്നു: ത്വം ഹി ബ്രഹ്മ ന ച ഇന്ദ്രിയാണി ന മനോബുദ്ധി ചിത്തം വപുഃ. നീ ആരാണ് എന്ന ചോദ്യത്തിൽ നീ ബ്രഹ്മമാണ്. നീ ഇന്ദ്രിയമല്ല, ശരീരമല്ല, ചിത്തമല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല. നീ ബ്രഹ്മമാണ് എന്ന് പറയുന്നു. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകിൽ ഇല്ല അറിവും പ്രകാശമാത്രം. അതായത് ഞാൻ അറിവാകുന്നു. ശരീരമില്ലെങ്കിലും അറിവാണ് ഇതെല്ലാം. അറിയപ്പെടുന്നതൊക്കെ അറിവാണ്. നാം ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിൻ്റെയും പേരെടുത്ത് അറിയുന്നതൊക്കെ അറിവാണ്. പ്രപഞ്ചത്തിലുള്ളതെല്ലാം അറിയപ്പെടുന്ന ഓരോ വസ്തുവും അറിവാണ്. ഇവിടെയുള്ളതെല്ലാം അറിവാണ്. പേരിടുന്നതിന് മുമ്പേ എല്ലാം അറിവാണ്. അറിവിനെ ഓരോ പേരിട്ട് നാം വേറെ വേറെ ആക്കുന്നു. എൻ്റെ പേര് അനിത. പേരിടുന്നതിന് മുമ്പേ ഞാൻ അറിവായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കാൻ പേരിടുന്നു. എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നതിനു മുമ്പ് അറിവുണ്ടായിരുന്നു. നമ്മളും ഉണ്ടായിരുന്നു. ഈ ശരീരത്തോടു കൂടിയല്ല. അറിവ് പ്രകാശമാണ്. ഇതെല്ലാം ഒരു നിസ്തരംഗ തേജോസാഗരം, പ്രകാശം ഘനീഭവിച്ച് വിസ്തരിച്ച് കിടക്കുന്ന സമുദ്രം, പ്രകാശ സമുദ്രം. കാണുന്നതായ ഞാനും ഈ പ്രകാശവുമാണ്. ഗുരു കാണുന്നത് ഞാനും ഈ കാണുന്നതായതൊക്കെ ഒരു പ്രകാശമാണ്. എന്നിൽ ആ പ്രകാശമുള്ളതുകൊണ്ട് ഞാൻ കാണുന്നു. എന്നെയും അറിവിനെയും വേർതിരിക്കുന്നത് ഈ ശരീരമാണ്. ശരീരമില്ലെങ്കിലും അറിവുണ്ട്. അറിവിലിരുന്നൊരു അഹന്ത ആദ്യമുണ്ടായി വരും. നാം മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഏകമായ അറിവ് മാത്രമാണുള്ളത്. അതിനെ അറിയാൻ
അറിവ് ശരീരമെടുക്കുന്നു. ശരീരത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന ഞാനാണ്, ആ പ്രകാശമാണ് ഇതൊക്കെ അനുഭവവേദ്യമാക്കുന്നത്. എന്നിൽ നിന്ന് അറിവ് മാറിയാൽ പിന്നെ ഞാനില്ല. അറിവിനെ വിട്ടത ഞാനുമില്ല. എന്നെ പിരിയുകയില്ല അറിവും. അറിവ് പ്രകാശം മാത്രം. പ്രപഞ്ചബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് മാറ്റിയാൽ പ്രകാശം മാത്രം കാണുന്നു. ത്വം ഹി ബ്രഹ്മ, നീ അറിവാകുന്നു. അറിവിനെ പേറുവാനുള്ള ഉപാധിയാണ് ശരീരം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. ശരീരമുണ്ടെങ്കിൽ ആ അറിവിനെ അറിയാൻ സാധിക്കുന്നു. ഇതെല്ലാം അറിവാണ് എന്ന് ഗുരു ബോധ്യപ്പെടുത്തുന്നു. അകവും പുറവും തിങ്ങുന്ന അറിവിനെ എനിക്ക് ശരീരത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. ഞാൻ നിന്നിലുണ്ട്, നീ എന്നിലുണ്ട്, ഞാനും നീയും ഒന്നു തന്നെ. ശരീരമാണ് നമ്മെ വേർതിരിക്കുന്നത്. ശരീരമില്ലെങ്കിൽ അറിവിനെ അറിയുന്നവൻ ഇല്ലാതെയിരിക്കും. അപ്പോൾ അനുഭവവുമില്ല. ദ്യോവാണ്, പ്രകാശമാണ് അറിവ്. പ്രപഞ്ചം നിലനിൽക്കുന്നത് പ്രകാശമാകുന്ന അറിവെന്ന ഏകത്വത്തിലാണ്. അറിവിൻ്റെ സ്വഭാവം വെളിച്ചമാണ്, പ്രകാശമാണ്. ഈ വെളിച്ചത്തെ മതങ്ങൾ ദൈവമെന്ന പേരിൽ വിളിക്കുന്നു. ഗുരു വാസ്തവ തത്വത്തെ മതവിധേയമല്ലാതെ പ്രതിപാദിക്കുകയാണ്. അതുകൊണ്ട് ഗുരു മതബന്ധിതമായ ദൈവം, ഈശ്വരൻ എന്നീ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല. സ്വതന്ത്രമായ ചിന്തയിലേക്കൂടി ഗുരു പറയുകയാണ്, അറിവിനെ വിട്ട് ഞാനുമില്ല, എന്നെ പിരിയുകയുമില്ല അറിവും. ഞാനും അറിവും ഒന്നു തന്നെ എന്ന്. അറിവ് അറിയുന്നവനെന്നു രണ്ടും ഓർത്താൽ ഒരു പൊരുളാം, അതിലില്ല വാദമേതും. പ്രപഞ്ചത്തിലെ സകലതും അറിവാണ്. അറിവിനെ വിട്ട് ഞാനില്ല. എൻ്റെ ഉണ്മ എന്ന് പറയുന്നത് ഈ അഖണ്ഡമായ ബോധമാണ്. നാം അറിവ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ വിവരങ്ങളാണ്. ഇൻഫർമേഷൻ, നോളജ് എന്നൊക്കെ പറയുന്നത് ചിത്തത്തിൽ ശേഖരിച്ചു വെച്ച വിവരങ്ങളാണ്. ഗുരുവിൻ്റെ കൃതിയിലെ കുറിച്ച് പഠിച്ച് ഇപ്പം നമുക്ക് ഗുരുവിൻ്റെ കൃതികളെ കുറിച്ച് കുറച്ച് വിവരമുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നതൊക്കെ വിവരമാണ്. അത് നോളജാണ്. അത് ജസ്റ്റ് ഇൻഫർമേഷൻസ് ആണ്. ഇവിടെ ഗുരു അറിവ് എന്നതിനെ അഖണ്ഡമായ ബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്, വിസ്ഡം. അതാണ് ഉണ്മ. ആ അറിവ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഖാന്തരം നാം വിവരങ്ങൾ ശേഖരിക്കുന്നു. അഖണ്ഡമായ ബോധം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് വിവരങ്ങൾ ശേഖരിച്ച് ഒന്നിച്ചു ചേർത്ത് നാം യുക്തിസഹമായി ഉപയോഗിക്കാൻ പഠിക്കുന്നു. അറിവിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് അഖണ്ഡമായ ബോധം ഉണ്ടാവണം. തൻ്റെ ഉള്ളിലുള്ള പ്രകാശം വേണം. അപ്പോൾ അറിവും അറിയുന്നവനും ഒരേ തത്വമാണ്, ഒരേ പൊരുൾ തന്നെ. ഞാൻ അറിവ് തന്നെയാകുന്നു. അറിയപ്പെടുന്ന പ്രപഞ്ച വസ്തുക്കൾ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലെത്തുന്നു. അറിവുള്ളതുകൊണ്ടാണ് എനിക്ക് പുറത്തുള്ളതിനെ അറിയാൻ പറ്റുന്നത്. അറിവില്ലെങ്കിൽ അറിയാനേ കഴിയുന്നില്ല. ഞാനും അറിവും ഒന്നു തന്നെ. അറിവും അറിയുന്നവനും രണ്ടും ഓർത്താൽ ഒരു പൊരുളാ. ഞാനും അറിവും രണ്ടല്ല, അഖണ്ഡമായ ബോധമാണ് എൻ്റെ അസ്തിത്വം. എന്നിൽ നിറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്, പ്രകാശമാണ്. ആ പ്രകാശത്തെ വിട്ടാൽ പിന്നെ ഞാനില്ല. ഞാൻ പ്രകാശസ്വരൂപനാണ്. അകമിരുളല്ല, പ്രകാശമാണ്. ഞാനെന്ന് അറിയുന്നത് എന്നെ അറിവാക്കുന്ന പൊരുൾ ഉള്ളതുകൊണ്ടാണ്. നീ അറിവ് തന്നെയാണ്. ഈ ഗുരു പറയുന്നത് ഈശ്വരൻ്റെ പര്യായമായിട്ടാണ് ഇവിടെ അറിവ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഈശ്വരൻ പ്രകാശസ്വരൂപിയാണ്. ഈശ്വരൻ സർവവ്യാപിയാണ്. അത് തന്നെയാണ് എന്നിൽ കുടികൊള്ളുന്നതും. ഈ ശരീരത്തിലൂടെ ഈശ്വരൻ അറിവ് പ്രവർത്തിക്കുന്നു. അറിവും ഞാനും ഒന്നു തന്നെ. അറിവ് അറിയുന്നവനിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് പ്രപഞ്ചത്തെ അനുഭവവേദ്യമാക്കുന്നു.
ഉള്ളിലിരിക്കുന്ന അതേ പ്രകാശം തന്നെയാണ് പ്രപഞ്ചത്തെ പ്രകാശമാനമാക്കുന്നത്. ശരീരമില്ലെങ്കിലും അറിവ് പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ഇത് നമുക്ക് ഒരു വൈദ്യുതിയുടെ ഉദാഹരണത്തെക്കുറിച്ച് ഓർക്കാം. ഇപ്പം ഫാന്, ഗീസർ, ഫ്രിഡ്ജ് എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്നത് വൈദ്യുതിയാണല്ലോ. വൈദ്യുതി ഫാനിനെ ഫാനാക്കി നിർത്തുന്നത് ആ വൈദ്യുതി അതിലേ കൂടി പ്രകാശിപ്പിക്കുന്നത് കൊണ്ടാണ്. അത് വൈദ്യുതിയുടെ ആ ഒരു ഉപയോഗം മനസ്സിലാക്കാൻ നമുക്ക് ഫാനോ ലൈറ്റ് അതിനുള്ള ഉപാധി ഫാനോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ ഗീസറോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിലേ കൂടി ആ ഒരു വൈദ്യുതി പ്രവാഹത്തെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പ്രകൃതിയിലെ ഓരോ ചരാചരങ്ങൾക്കും അതിന് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയുടെ ശരീരതലങ്ങളാണുള്ളത്. ഓരോ മനുഷ്യ ശരീരവും ചൈതന്യത്തിന് പ്രവർത്തിക്കാനുള്ള ഉപാധിയാണ്. മനുഷ്യത്വമുള്ള പൊതു സ്വഭാവം വെച്ച് അവൻ പ്രവർത്തിക്കുന്നു. അതിലില്ല വാദമേതും. ഞാനും ഈ അറിവും രണ്ടല്ല, ഒന്നാണ്. ഇതിലൊരു വാദവുമില്ല. ഞാനും ഈശ്വരനും ഒന്നു തന്നെ. തന്നിൽ നിന്ന് അന്യമായി ഒരു ഈശ്വരൻ ഇല്ല എന്ന് ഗുരു പ്രഖ്യാപിക്കുകയാണ്. ഞാനും ഈശ്വരനും ഒന്നു തന്നെ. തന്നിൽ നിന്ന് അന്യമായി ഒരു ഈശ്വരൻ ഇല്ല എന്ന് ഗുരു പ്രഖ്യാപിക്കുന്നു. ഇതറിയാൻ, ഈ ബോധം നമുക്ക് ഉണരാൻ ഗുരു കൃപയുണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.